ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൂൺ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി നമ്മൾ കൂൺ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കുഞ്ഞുള്ളിയും 3-4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതും ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് കറി വെക്കാൻ വേണ്ടി ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിത്തീരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൂൺ അതുകൂടെ ചേർത്ത് കൊടുക്കാം. കൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിത് തുറന്ന് തന്നെ വെച്ചാൽ മതി, അടച്ച് വെക്കേണ്ട. ഈ കൂണിൽ നിന്നുള്ള ഒരു വെള്ളം അതിലേക്ക് ഇറങ്ങി കിട്ടും. നമ്മളിതിനകത്ത് വെള്ളം ചേർക്കുക ഒന്നും വേണ്ട. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എല്ലായിടത്തും ആ തേങ്ങ ഒന്ന് വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. വളരെ എളുപ്പമെന്നും നല്ല ഹെൽത്തി ആയിട്ടും ഇരിക്കുന്ന നമ്മുടെ കൂൺ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്